ദൈവമേ, ഞാൻ എന്ത് ഉറങ്ങിയത് എൻ്റെ ഈശ്വര. എന്നാ ചോദിച്ച ചായ രാവിലെ തുടങ്ങി അതും പൊക്കി പിടിച്ചോണ്ടിരിക്കാൻ. ചുറ്റും നടക്കുന്നത് എന്താന്ന് അറിയണ്ടേടോ, അതാ. ശരി ശരി, ഞാൻ ഈ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ആ, നീ വന്നോ? ഞാൻ ഓർത്ത് മഹിത നിന്നെ കണ്ടില്ലല്ലോ എന്ന്. കാണാത്തോണ്ട് അങ്ങോട്ട് വരാനിരിക്കുമല്ലോ ഞാൻ. എന്തായാലും ഇച്ചതിൻ്റെ ശല്യം ഇല്ലാത്തതുകൊണ്ട് അവളെ നന്നായിട്ട് ഉറങ്ങിക്കാണും. ചേച്ചി, നീ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിക്കേടി. എൻ്റെ അപ്പി, നീ അമ്മയുടെ സാമ്പാർ നശിപ്പിച്ചല്ലോ. എങ്ങനെയുണ്ടടി, ഫ്ലോപ്പായോ? സങ്കടം തോന്നില്ലേ? ആയി. സ്വാഭാവികം. എന്താ മഹീദേ, നീ ഒറ്റയ്ക്ക് നിൽക്കുന്ന? ഞാൻ ഇന്ന് പലപ്പോഴായിട്ട് നീ എന്നെ ശ്രദ്ധിക്കുന്നത്. രാവിലെ കഴിക്കുമ്പം മുതൽ നീ അത്ര ഓക്കെ അല്ലാത്തതായിട്ട് എനിക്ക് തോന്നി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? ഒന്നുമില്ല. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഏട്ടന് ജെസ്സിയേച്ചിനെ ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കാൻ കൂടെ? നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? വല്ല ബോധമുണ്ടോ? ജെസ്സിനെ ഞാൻ കല്യാണം കഴിക്കാനോ? അറിഞ്ഞോ അറിയാതെയോ ജെസ്സിയേച്ചിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മളും കാരണക്കാരല്ലേ, അതുകൊണ്ടാ. നീ കരുതുന്നുണ്ടോ ജെസ്സി എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമെന്ന്? അതൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ബന്ധങ്ങളാണ്. പിന്നെ ജെസ്സി ആ കാര്യത്തിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഓവർകം ചെയ്ത് എന്നെ കിട്ടുമെന്ന് നീ എന്തുകൊണ്ട് ഓർത്ത്? ഏട്ടന് ജെസ്സിയേച്ചിനെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് അത് കള്ളമായി പോവും. എനിക്ക് അവളെ വലിയ ഇഷ്ടം എപ്പോഴോ എൻ്റെ മനസ്സിൽ കയറി പറ്റിയതാ. ഒത്തിരി നന്നായിട്ട് പഠിച്ച് അധ്വാനിച്ച് ഒത്തിരി ആൾക്കാരെ അവൾ സഹായിക്കുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടോ എനിക്ക് അതിനെ പറ്റില്ല അവളോട് തുറന്നത് പറയാൻ. എൻ്റെ ഏട്ടൻ്റെ പ്രണയം സത്യമാണെങ്കിൽ കാലം ജെസ്സിയേച്ചിനെ ഏട്ടൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടെത്തിക്കും. ഞാൻ കാണും അവളുടെ കൂടെ നിഴല് പോലെ, പക്ഷെ ഒരു ഭർത്താവായിട്ടല്ല. മറിച്ച് അവൾ ഇപ്പം തന്നേക്കുന്ന പദവിയിലെ ഒരു ബോഡി ഗാർഡ്, അത് മതി എനിക്ക്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അബിഹേലിൻ്റെ പ്രണയമോ? അവൻ ആഗ്രഹിച്ച നേടിയ നീയോ? നിന്നെ കാലം അവൻ്റെ അടുത്ത് കൊണ്ട് എത്തിച്ചാൽ നീ എന്നാ ചെയ്യും? നോ, നെവർ. മാനവ്, താൻ ഇവിടെ ഉണ്ടെന്ന് അബി എന്നോട് പറഞ്ഞേ. നമുക്കൊന്ന് പുറത്തു പോകണം, ഒരു അത്യാവശ്യമുണ്ട്. ഓക്കെ മാഡം, റെഡി ആയിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. മോളെ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ആ, നീ എത്തിയോ? ഞാൻ കുറേ നേരമായി നിന്നെ നോക്കി നിൽക്കുന്നത്. എന്താണ് പെട്ടെന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞത്? കൂടെ അപ്പനുണ്ടോ നിൻ്റെ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഇനി 3 ദിവസത്തേന് നിൻ്റെ വീട്ടിലായിരിക്കും താമസിക്കാൻ പോകുന്നത്. അബിഹേലേ, എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിൻ്റെ മട്ടും മാതിരിയൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ പ്രശ്നമുള്ള പോലെ. എന്തായാലും എൻ്റെ ഡ്യൂട്ടി അവർ കഴിഞ്ഞു, നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങാം. എൻ്റെ മാതാവേ, ഞാനിത് എന്താ കാണുന്നത്? രാവിലത്തെ സാമ്പാർ കുട്ടിച്ചോറാക്കിയത് പോരാഞ്ഞിട്ടാണ് ഇവിടെ വീട്ടിൽ ഈ അടുക്കളയിൽ കയറ്റിയേക്കുന്നത്. ആരാ ഇവിടെ ഇങ്ങനെ കയറ്റിയേക്കുന്നത്? നീ ഒന്ന് പൊക്കേ ജെസ്സി, എൻ്റെ കൊച്ചു അതെങ്കിലും ഒന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ അമ്മായിയമ്മ ചവിട്ടി വെളിയിലാക്കും. നാളെ ഇവിടെ പെണ്ണുകളെ ആൾ വരുന്നുണ്ട്. രണ്ടുപേരും നിർത്തിക്കുക, എൻ്റെ സ്റ്റുഡൻറ്റിനെ കളിയാക്കാതെ. ഒരവസരം കിട്ടാൻ നോക്കിയിരിക്കാനെന്ന് തോന്നല്ലോ. എടാ, നീ വന്നതേ ഭയങ്കര മൗനത്തിലാണല്ലോ, ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്തു പറ്റി? ഞാൻ 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇറങ്ങിയതാടാ. വീട്ടിൽ ഒരു ആഴ്ചത്തെ ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതല്ല, ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ നിന്നോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ ചെയ്ത് തീർക്കണം. നാളെയാണെങ്കിൽ അബീനെ പെണ്ണ് കാണാൻ 2 പേര് വരുന്നുണ്ട്, അവരുടെ ഫാമിലീസൊക്കെ ആയിട്ട്. ആഹാ, എന്നിട്ടാണോ നീ ഇവിടെ നിൽക്കുന്നത്? നീ ഈ സമയത്ത് കുടുംബത്തിലേടാ കാണേണ്ടത്. ഞാനിപ്പോൾ കുടുംബത്തിലത്ത് തന്നെയാണ് അവന്മാർക്ക് സൗകര്യം. നിനക്ക് അതാരെന്നറിയോ? നമ്മുടെ ജസ്സിനെ ദ്രോഹിച്ചവന്മാരാണ് വരാൻ പോകുന്നത്. അവന്മാർ തിരിച്ചു പോകുന്നത് വേണ്ടയോന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. വാട്ട്? അവന്മാരോ? അവന്മാർക്ക് എന്ത് ചങ്കൂറ്റായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല പിന്നെ
അവന്മാരെ കാണുമ്പോൾ ജെസ്സി അല്ലെങ്കിൽ നിൻ്റെ വൈഫ് അല്ലെങ്കിൽ മാനവൊക്കെ തിരിച്ചറിയത്തില്ലേ? നോ, മഹിത ഇതുവരെ അവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒട്ടും ചാൻസ് ഇല്ല. പിന്നെ മാനവും അങ്ങനെയൊക്കെ തന്നെയാണ്. അവൻ ആർക്കോ വേണ്ടി വർക്ക് ചെയ്യുന്നറിയാതെ, അതല്ലാണ്ട് അത് ആരാന്ന് കൃത്യമായിട്ട് മാനവനും അറിയത്തില്ല. ബട്ട് ജെസ്സി ഐഡൻറ്റിഫൈ ചെയ്യാൻ ചാൻസും ഉണ്ട്. വെറുതെ വിട്ടുകൂടാ ആ പന്നികളെ. എന്തായാലും നാളെ രാവിലെ നിൻ്റെ വീട്ടിലെ ഷോ അമ്മരെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം. രണ്ടുപേരും കൂടെ സംസാരിച്ച് ഇവിടെ നിൽക്കുമായിരുന്നോ? വാടാ കഴിക്കാം. കാരണവരെ നിങ്ങൾക്ക് തന്നെ കഴിച്ചിട്ട് കിടക്കാൻ ഇത്ര ധൃതി? ഇനി അടുത്ത കൊച്ചിൻ്റെ വരവിലും ഉണ്ടോ ഈ വയസ്സാം കാലത്ത്? ആഗ്രഹമില്ലാത്തത് ആരാടാ ഉള്ളത്? എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ എൻ്റെ ആലോചന എൻ്റെ വീണ്ടുമ്പിള്ളയോട് പറഞ്ഞതാ. പക്ഷെ ഇനി രണ്ടാമതൊരു കൊച്ചുണ്ടായ അച്ഛനോ മടത്തിലമ്മയോ ആക്കണമെന്ന് അവൾ പറഞ്ഞു. ഞാൻ ഒരു ആഗ്രഹം ഉപേക്ഷിച്ച്. മമ്മി എങ്ങനെയും കേട്ടോണ്ട് ഇപ്പം വരണം. അപ്പനെ ചവിട്ടി വെളിയിലാക്കുന്നത് രാത്രി. നിങ്ങളെ എന്തായാലും വിളമ്പിക്കാൻ ഞാൻ എന്തായാലും വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ കേട്ടോ. ഓക്കെ ശരി മോനെ, അല്ലെങ്കിൽ ഞാൻ വെക്കുക. മമ്മി എന്താ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരാ വിളിച്ചത്? അഭിഹയില, നീ എൻ്റെ കൂടെ വന്ന് എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട് പേഴ്സണലായിട്ട്. എന്താ മഹിത നിൻ്റെ ഉദ്ദേശം? ജീവിതകാലം മൊത്തം ഇവിടെ നിൽക്കാൻ വേണ്ടി തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ അഭിഹയിലിനെ സ്നേഹിക്കണം. ഇത്രത്തോളം നീ ഞങ്ങളുടെ കുടുംബത്തെ മൊത്തം ദ്രോഹിച്ചില്ലേ? മതിയായില്ലേ നീ? എന്താ മമ്മി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? മഹിത, നിനക്കറിയോ ഇതെത്ര സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കുടുംബമാണ്. ഇപ്പോഴും ഞങ്ങൾ ആ ഒരു സന്തോഷം വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മഹിയാണെങ്കിൽ ഈ വീട്ടിൽ ബോഡി ഗാർഡായിട്ട് വന്നു. ഞങ്ങൾ അവനെ വിശ്വസിച്ചു. അവൻ ഇങ്ങനെയൊരു ക്രൂരത ഞങ്ങളോട് ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കൽ പോലും കരുതിയില്ല. അതുപോലെ തന്നെ നീയും ഈ വീട്ടിലേക്ക് വന്നത്, നീ വന്നതല്ലല്ലോ, എൻ്റെ മോൻ കൊണ്ടുവന്നത്. മമ്മി അത് പിന്നെ മഹിത, ഞങ്ങൾ എല്ലാത്തിനോടും വീണ്ടും പൊരുത്തപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. നീ എൻ്റെ മകൻ്റെ ഭാര്യയായതിൽ എനിക്ക് യാതൊരു വിഷമവും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നീ അവനെ സ്നേഹിക്കാതെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എൻ്റെ മകനെ നീ ഇല്ലെങ്കിൽ എത്ര നല്ല ഭാര്യനെ കിട്ടുമെന്ന് നിനക്ക് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? സോറി, എനിക്ക് പറ്റുന്നില്ലാത്തതുകൊണ്ട്. മഹിത, ദൈവം വളരെ കുറച്ച് മനുഷ്യർക്ക് അവസരങ്ങൾ നൽകത്തുള്ളൂ. നിനക്ക് നല്ലൊരു ജീവിതം മഹിത തന്നു ദൈവം. അതുകൊണ്ട് നീ അത് നശിപ്പിക്കാൻ നോക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. സംസാരിക്കാനുള്ള അവസരം നേരിട്ട് താഴ്ന്തടൊന്നും മിണ്ടാതിരിക്കുന്ന എന്നെ ഇഷ്ടമായില്ലേ? നമുക്ക് താഴേക്ക് പോയാലോ? നിനക്കെന്നാടി മൊത്തത്തിലൊരു ക്ഷീണം? നമ്മുടെ അബിയുടെ ചെറുക്കനെ കാണാൻ വരുന്നില്ലേ? അല്ല, ഇനി പോകുന്നതിന് മുമ്പ് അബികയിൽ പണി പറ്റിച്ചിട്ടാണോ പോയത്? എന്ത് പണി? അയ്യോടി ഏട്ടത്തിയെ, നമ്മുടെ മഹിത കുഞ്ഞിനൊന്നും അറിയത്തില്ലല്ലോ. ആടി ജോസിയെ, നമ്മുടെ അബികയിലെ കുറച്ച് പാടുപെടും. കളിയാക്കിയത് മതി, ബാ നമുക്ക് താഴേക്ക് പോകാം. എന്താ അവിടെ തന്നെ നിന്നത്? വാ വാ. ഇയാളാരെന്ന് മനസ്സിലായി കാണത്തില്ല. ഇത് മഹിതയാട്ടോ. ഇത് എൻ്റെ ഇളയമോൻ്റെ ഭാര്യയെ. ഇച്ഛായ, ഇവരെന്താ അവളെ അങ്ങനെ നോക്കുന്നത്? എനിക്കൊന്നും അറിയത്തില്ലടി. ആ ഇരിക്കുന്നവളുടെ ദിവിനയവും ഇവന്മാരുടെ പറച്ചിലൊക്കെ എനിക്കെന്തോ അത്ര പിടിക്കുന്നില്ല. എങ്കിൽ പിന്നെ നമുക്ക് അബിക്ക് ഈ ബന്ധം വേണ്ട കേട്ടോ. അങ്ങനെ ഒരു നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട. ഞാനത് തന്നെ തീരുമാനിച്ചിരുന്നു. വരട്ടെ, നോക്കാം എവിടെ വരെ പോകുന്നു. ആ ശരി ഇച്ഛായ. എന്താ അവിടെ രണ്ടുപേരും കൂടെ ഒരു അടക്കം പറച്ചില്? ഞങ്ങളോടും കൂടെ പറയും, മോളെന്ത് സുന്ദരിയെന്നറിയോ? ഇവനോ? എന്താടി നിനക്കൊരു വല്ലായ്മ പോലെയാണ് തോന്നുന്നുണ്ടല്ലോ. ഒന്നുമില്ല, ഞാൻ പോട്ടെ അകത്തേക്ക്. ആ സോറി. എന്താ മാഡം, എന്ത് പറ്റി? ശ്രദ്ധിച്ച് വേണ്ടേ നടക്കാൻ? അത് എന്ത് പറ്റി മാഡം? പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡത്തിന്? മാഡം എന്താ ഇത്? ആരെങ്കിലും കണ്ടാൽ? മാനം, അത് അവരാ. ഞാനില്ലേ,
വിഷമിക്കേണ്ട. അവരെന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. എല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അബി ആപത്തില്ല. പേടിക്കണ്ട, ഞാൻ തരുന്ന വാക്ക. അബിക്കൊന്നും സംഭവിക്കത്തില്ല. പിന്നെ നാളത്തെ സൂര്യോദയം അവർ കാണത്തില്ല. ഓക്കെ ശരി. എടാ അഭിഷേലേ, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 3/4 മണിക്കൂറായെന്നാണ് നിൻ്റെ അപ്പം പറഞ്ഞത്. ഇനി നമ്മൾ ഇവിടെ നിൽക്കുവാന്ന് അവരറിഞ്ഞാണോ? കൂടിപ്പോയി ഒരു 15 മിനിറ്റ് പോലെ ഈ റോഡ് ക്രോസ് ചെയ്യാൻ അവർക്ക്. ഒരു 15 മിനിറ്റ് പോലും വേണ്ട അവർക്ക് നമ്മളെ കടന്നു പോകാൻ. വേറെ പോക്കറ്റ് റോഡ്സും ഇല്ല ഇതിൻ്റെ ഇടയ്ക്ക്. എന്തായാലും വരട്ടെ, നോക്കി നിൽക്കാം. അല്ലാതെ ഈ പ്ലാൻ ഫെയിലാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ദേ നോക്ക്, കാറ് വരുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ വീട്ടിലെയാണല്ലോ. ഇതെന്താ ഇവൻ ഇവിടെ? അഭിഷേക് എന്നൊരു ബിസിനസ് ട്രിപ്പിന് പോവാന്ന് പറഞ്ഞത് കള്ളമാണോ? മനോ, നീ ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കാറിൻ്റെ കീ ഇങ്ങോട്ടതോ. നീ അപ്പം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിറങ്ങിയതാണല്ലേ? ഞാൻ കാറിൻ്റെ കീ നിനക്ക് തരത്തില്ല. ഞാൻ പോവുക അവന്മാരെയും കൊണ്ട്. അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾക്ക് സുഖമായുള്ളൊരു ജീവിതം വേണം. അതിന് നീ ജയിലിൽ പോയി കിടന്നാൽ ശരിയാവത്തില്ല. ഇന്ന് മുതൽ ജെസ്സി നല്ല രീതിയിൽ കിടന്നുറങ്ങട്ടെ സമാധാനത്തോടെ. നീ അവന്മാരെ കൂടെ കുഴിച്ചിടാൻ വേണ്ടി പോവാണോ? അത് വേണ്ട. ഈ ഡോക്ടറിൻ്റെ കൊടുത്തോളെ. വെട്ടി എരിഞ്ഞ് എന്തെങ്കിലും നല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തോളൂ. മാനവ്, എനിക്ക് അവന്മാർക്ക് 2 പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നീ ഈ പരിവാക്കിയല്ലോ. അനങ്ങാനും പോലും പറ്റാത്ത ടിക്കി കൊട്ടി ചുരുട്ടി കിടത്തിയിട്ടില്ല അവന്മാരെ. എന്തായാലും മതി, നീ ഇറങ്ങ. ആ കീ ഇങ്ങോട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരേ, ഞങ്ങൾ പൊക്കോളാം. നീ ആണെങ്കിൽ അഭിയെല്ലാം കൂട്ടി വീട്ടിലേക്ക് ചെല്ല്. നീ കയറ്. എന്താ ഇവിടെ ഇരിക്കുന്നു? പിന്നെ നിനക്ക് ജെസ്സിനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? ജെസ്സി മറ്റേ ഇഷ്ടമല്ലാത്തവരാരാ ഉള്ളത്? ഞാൻ വേറെ ആരുടെയെങ്കിലും കാര്യമല്ല. നിനക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോന്ന്. എന്നെ അതിന് കല്യാണം കഴിക്കാൻ ജെസ്സിമേടെ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? ക്ഷമ വേണം, സമയമെടുക്കും. ശരിയാക്കാം. ഇറങ്ങ. നീ ഉപദേശിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എൻ്റെ മാതാവേ, ഞാൻ എന്തായി കാണുന്ന എൻ്റെ മഹിത ഇങ്ങനെയല്ല. അത് പിന്നെ ഞാൻ അറിയാതെ. എന്നെ ചുംബിച്ചതാണോ നീ അറിയാതെ? എനിക്കതിൽ യാതൊരു കുഴപ്പമില്ലെങ്കിലോ? അങ്ങനെയല്ല, പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അറിയാതെ. റൂമിൽ പോ. കഴിക്കുന്നില്ലേ ഒന്നും? ഇല്ല, ടയേർഡാ. ഒന്ന് കിടന്നാൽ മതി. അബിക്ക് കല്യാണം ആലോചിക്കേണ്ട കേട്ടോ. എന്തേ, നിനക്ക് അവരുടെ മിനിറ്റ് ഇഷ്ടപ്പെട്ടില്ലേ? ആലോചിക്കട്ടെ. ഞാൻ വന്നപ്പോൾ അങ്ങനെ ചെയ്തത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഈ ജീവിതത്തിനോട് അർഹയല്ല. ഒന്നും മിനിട്ട്, നീ കണ്ണടച്ച് കിടന്നു. അവനെന്താ ചെയ്തത്? അവനെ ഞങ്ങൾ ഇന്നലെ തന്നെ പരലോകത്തേക്ക് അയച്ചു. ഇത്ര പേടിയുള്ള നീ എന്തിനാടാ എൻ്റെ കുടുംബത്ത് കയറി പെണ്ണിൻ്റെ മേലെ കൈ വെച്ചത്? അവൻ്റെ കീറിച്ചുകൊണ്ടില്ലേ ഈ സമയത്ത്? നിനക്ക് വേണമെങ്കിൽ സന്തോഷമുള്ളൊരു കാര്യം പറയാം. നിൻ്റെ ബ്രദറില്ലേ, അവൻ കാരണം ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ ഹാർട്ട് സർജറി കഴിഞ്ഞു. എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ഇന്നലെയായിരുന്നു. നിങ്ങളെന്താ ഇവനോട് കുശലാന്വേഷണം ചോദിക്കുവാണോ?
എന്താടാ സഹോദരങ്ങൾക്ക് വേദനിക്കുന്ന കാണുമ്പോൾ നിന്റെ മനസ്സ് ഒരുങ്ങുന്നുണ്ടോ? എനിക്ക് ഇത്രയെങ്കിലും ജീവനുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വന്നാ നിന്റെ സുന്ദരിയായ ഭാര്യയുടെ ഒരു മുടിനാഴ് പോലും നിനക്ക് തരത്തില്ലടാ. മുടിനാരി പോയിട്ട് അവളുടെ നിഴലിൽ തൊടാൻ ഞാൻ നിന്നെ അനുവദിക്കത്തില്ല. ബൈ. നിനക്ക് എന്ത് മീറ്റിംഗ് ആയിരുന്നടാ ശരിക്കുള്ളത് അബിഹേലെ? നീ എന്നോട് സത്യം പറയണം. നീ രാവിലെ എവിടെ പോയതാ? ഇത്രയും ദിവസം നീ എന്ത് പരിപാടിയായിരുന്നു? ഇളയാപ്പനെ കാണുന്നില്ലല്ലോ. ജെസ്സിയുടെ ക്രൂരത ചെയ്തവന്മാരെ ഞാനങ്ങ് തീർത്ത്. എന്നതാ നീ പറഞ്ഞ? ഞാനാണെങ്കിൽ അവരുടെ പുറകെ ആയിരുന്നു ഇത്രയും ദിവസം. ഒരവസരം കിട്ടിയിട്ട് ഞാൻ അത് കണ്ടുപിടിച്ചവാ. അവരെ ഞാൻ തീർത്ത്. നമ്മുടെ കുടുംബ സന്തോഷത്തോടെ ഇരിക്കട്ടെ. മാനവാണെങ്കിൽ ഈ ജോലി രാജിവെക്കാൻ പോകുന്ന ഞാൻ കേട്ടല്ലോ. പാക്ക് ചെയ്യുവാണോ? അതെ മേഡം, എൻ്റെ ബോഡി ഗാർഡായിട്ടുള്ള ജോലി ഇനി മതി. കാരണം ഇനി മേഡത്തിന് പേടിയൊന്നും കൂടാതെ പുറത്തിറങ്ങി നടക്കാം. മേഡത്തിന് ഇഷ്ടപ്പെട്ട ജോലി ഇനി തുടരാം. ഇനി എൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല. മാനവൻ എന്നോട് കുറച്ചുപോലും സ്നേഹം തോന്നിയിട്ടില്ലേ? ജെസ്സി എന്തായി പറയുന്നത്? ഞാൻ എന്റെ ജെസ്സിമോളെ സങ്കടപ്പെടുത്താതെ അങ്ങ് സമ്മതിച്ചു കൊടുക്കും മാനവ്. ഇവിടെ കൊള്ളക്കാമുക ഒരു വാക്ക് എന്നോട് നീ പറഞ്ഞില്ലല്ലോ. അതിൻ്റെ കാര്യത്തിൽ അപ്പം തീരുമാനമായി. സന്തോഷമായോ എൻ്റെ ഭാര്യയ്ക്ക്? മറുപടി ഇപ്പം വേണോ? നമുക്ക് വീട്ടിലേക്ക് പോയാലോ? കഴിക്കുന്നില്ലേ അപ്പം? വീട്ടിലേക്ക് പോകാം, വാ. അവളുടെ കല്യാണത്തിൻ്റെ വിരുന്ന് അവിടെ നടക്കുക. നീ ഇവിടെ വന്ന് പുറത്തേക്ക് നോക്കി നിൽക്കാനാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി പറ. സന്തോഷമായോ നിനക്ക്? അതെന്ത് ചോദ്യം? എനിക്ക് ഒരുപാട് സന്തോഷമായി. നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. നിന്നെ ഞാൻ കണ്ട ദിവസം മുതലേ അക്സെപ്റ്റ് ചെയ്ത മഹിത നീ വൈകിയത്. ശരിയാ, നിങ്ങളുടെ നല്ല മനസ്സ് കാണാൻ എനിക്ക് കണ്ണില്ലാതായിപ്പോയി. നീ എനിക്ക് നിങ്ങളുടെ മാത്രമായാൽ മതി. പൂർണ്ണ സമ്മതത്തോടു കൂടി ആണ് മഹിത നീ പറഞ്ഞത്. യെസ്. വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ കുറച്ച് വേദന. Relax. എന്താ എല്ലാവരും നോക്കി നിൽക്കുന്ന? ഞാൻ വരാൻ സമയം ഇരിക്കും കേട്ടോ. അതുവരെ അവൾ ജീവിക്കട്ടെ. അപ്പം ബൈ ടാറ്റാ.